ഹായ് ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എങ്ങനെ കേട്ടോ, ഇവിടെ രാവിലെ മാത്രമാണ് ഇത്ര ശാന്തതയിൽ കാണാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ വണ്ടികൾ ശബ്ദം എല്ലാം ആയിരിക്കും കേട്ടോ. അപ്പം കുറേ ആൾക്കാർ വാക്കിങ്ങിന് പോകുന്നുണ്ട്, കുറേ ആൾക്കാർ നടക്കാനും ഇതിനും എല്ലാത്തിനും കൂടിയിട്ട് ഇപ്പം പോകുന്ന സമയം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ കുറേയൊക്കെ ബാൽക്കണിയിലൊന്നും നിന്നിട്ട് ഞാൻ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കടലക്കറിയും അതുപോലെ തന്നെ വെള്ളപ്പം കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് മോളെ മീറ്റിംഗ് ഉണ്ട് സ്കൂളിൽ, അതിനും കൂടി പോകാനുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കടല ഒന്ന് കഴുകിയിട്ട് കുക്കറിലിടുകയാണ്. എന്നിട്ട് ഉപ്പ് കൂട്ടി വെച്ചിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് അത് വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക് യു ഉണ്ട് കേട്ടോ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്കെല്ലാം ഞാൻ വലിയൊരു താങ്ക് യു അറിയിക്കുന്നു. അപ്പോൾ തന്നെ ഇനി വരുന്ന വീഡിയോസെല്ലാം കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് അതിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് അത് മൂടി വെച്ചിട്ട് നമുക്ക് ഇനി ഗ്യാസിലേക്ക് വെക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അപ്പച്ചട്ടി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി വെള്ളപ്പം ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് പെട്ടെന്ന് 11 മണിയാകുമ്പോഴത്തേനും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ സ്കൂളിലേക്ക് പോകാൻ. അപ്പോൾ നോക്കുമ്പോൾ എന്താ പറയുക, എൻ്റെ പഴയ ചട്ടിയാണ് എനിക്ക് കിട്ടിയത്. പുതിയ ചട്ടി സ്റ്റോർ റൂമെല്ലാം വൃത്തിയാക്കി വെക്കുന്ന സമയത്ത് എവിടെയാണ് വെച്ചതെന്നുള്ളത് കാണുന്നില്ല. കുറേ നോക്കിയിട്ട് ഞാൻ ഇതിൻ്റെ പഴയ വെള്ളപ്പത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ. പക്ഷെ അതിന് പ്രശ്നം എന്ന് വെച്ചാൽ എന്താ പറയുക, പെട്ടെന്ന് അടി പിടിച്ചു പോകും കേട്ടോ. അപ്പോൾ അടി പിടിച്ചാൽ അത് എടുക്കാനും ഭയങ്കര ഇടങ്ങാറാട്ടോ. പക്ഷെ എൻ്റെ പുതിയ ചട്ടി നമ്മൾ സ്റ്റോർ റൂം ഒതുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നതാണ്. പക്ഷെ നോക്കുമ്പോൾ ഇപ്പം കാണുന്നുമില്ല, അല്ലെങ്കിൽ നോക്കിയെടുക്കണം. ഇനി ഗ്രീൻ പീസ് കറി നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലോണം വാടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് പിന്നെ മല്ലി മുളക് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേവിച്ച് വെച്ച കടലയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൂച്ചക്കൂട്ടന്മാർ നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഇനി അവർക്കും കൂടി ഒന്ന് കറിയാക്കി ഒന്ന് വെച്ചിട്ട് അവർക്കും കൂടി ഒന്ന് ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ. എന്നാലും അവർക്ക് സമാധാനം ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇനി ഭക്ഷണം ഇട്ട് കൊടുക്കട്ടെ. ഇതെല്ലാം ആക്കി വെച്ചിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെ ഒരു കയറ്റാണുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ നമ്മൾ പുറത്തുനിന്നുള്ള കയറ്റാണ്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രമായിട്ട് നമ്മളവിടെ വരുന്നതാണ്. അപ്പോൾ അവർക്ക് നമ്മൾ കരുതി വെക്കണമല്ലോ. ഒരു 3-4 കയറ്റുണ്ട് കേട്ടോ. അവർ ഭക്ഷണം കഴിച്ചാൽ പിന്നെ അവർ അങ്ങ് പോവും. പിന്നെ നേരത്തിന് അവരെ ഭക്ഷണത്തിൻ്റെ നേരത്തിനാണ് വരിക. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ പിന്നെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് ഇറങ്ങിക്കുക കേട്ടോ. അപ്പോൾ ഇനി അങ്ങ് നടന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങ് എത്തണോ വെച്ചാലും കുറേ നേരം പിടിക്കും. അപ്പോൾ കേട്ടോ നമ്മൾ സ്കൂളിൽ പോയി പിന്നെ മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പിന്നെ എന്താ പറയുക തിരിച്ച് വീട്ടിലെത്തി നോക്കുമ്പോൾ ഇവിടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ. ഇവളെ പേര് ജൂലി എന്നാണ്. ഇവളും പുറത്തെ കയറ്റം തന്നെ കേട്ടോ. നമ്മൾ വളർത്തുന്നതല്ല, ഭക്ഷണം കഴിക്കാൻ വരും കേട്ടോ. അപ്പോൾ ഓള് കണ്ടപ്പം പിന്നെ ഓൾക്കും കൂടി ഭക്ഷണം കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാൻ കയറണം മുപ്പിട്ട് ഇവളാണ് ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ തന്നെയാണ്. വാതിൽ തുറന്നാൽ പിന്നെ ഇവരാണ് ആദ്യം കയറുക.
അപ്പോൾ വന്ന പാടനെ ഞാൻ തുണി ഇടാനാണ് കേട്ടോ നിന്നത്. എന്താ വെച്ചാൽ തുണിയെല്ലാം തിരുമ്പി വെച്ചിട്ട് എനിക്ക് ഇടാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പോയി വന്നിട്ടാട്ടോ ഇടുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര വെയിലാട്ടോ. നേരം വൈകിയാൽ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങുമ്പം ഭയങ്കര വെയിലാണ്. എനിക്ക് തല പോലും വേദന ആവും. അതുകൊണ്ട് ഞാൻ രാവിലെയാണ് എല്ലാം ആറിയിടൽ. പക്ഷെ ഇന്ന് നേരം വൈകി. അപ്പോൾ ആറിയിട്ടിട്ട് ഇനി നമുക്ക് ഉച്ചക്കത്തെ കാര്യങ്ങൾ നോക്കാം. ഇതെന്നാ ചെയ്യുന്നേ? മുത്തേ. അപ്പോൾ ഇതട്ടോ ഭക്ഷണമൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാനൊന്ന് ഇത്തിരി നേരം ഒന്ന് അവിടെ ഒന്ന് ഇരുന്നതാളൂ. പക്ഷെ ഓനിക്കും വന്ന് അവിടെ ഇരിക്കുക തന്നെ വേണം കേട്ടോ. പിന്നെ അപ്പോൾ ഓനിക്കിങ്ങനെ നമ്മളിരിയത്ത് തന്നെ വന്നിരിക്കണം. ഓനായിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. എന്നാലും എനിക്ക് നല്ല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പം ഈ കുഞ്ഞുങ്ങളെ കരച്ചിൽ കേട്ട് നോക്കുമ്പോൾ താഴെ വന്ന് നോക്കുമ്പോൾ ഇവള് മോളിൽ നിന്ന് കുഞ്ഞിനെ എടുത്തിട്ട് വീടിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പം ഞാൻ പിന്നെ ഇവരെ രണ്ടാളിനെ മോളിൽ ബാൽക്കണിയിൽ എന്നെ കൊണ്ടാക്കിട്ടോ. ഓൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ കുട്ടികളെ എടുത്തിട്ട് മോളിൽ നിന്ന് ചാടിങ് ഉള്ളിലോട്ട് വരും. അങ്ങനെ പിന്നെ കൊണ്ടാക്കി കൊടുക്കലാണ്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടുണ്ട്, അതും കൂടി ഒന്നും എടുത്തു വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താ പറയണ്ടേ, എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക, അതുപോലെ ഒന്ന് കമൻറ്റും കൂടി അയക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ വീഡിയോസ് പിന്നെ അത്രയേ ഉള്ളൂ. നമ്മളെ ചെറിയ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് എന്താ പറയുക എല്ലാവരും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.